നമസ്കാരം. ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട മറ്റു സംസ്ഥാനങ്ങൾക്ക് ആവശ്യത്തിന് സഹായം നൽകുമ്പോൾ കേരളത്തോട് കാണിക്കുന്ന ചിറ്റമ്മ നയം അനുവദിക്കാൻ കഴിയില്ല എന്ന് ജസ്റ്റിസുമാരായ A.K. ജയശങ്കർ നമ്പ്യാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. കേന്ദ്ര നിലപാട് അസ്വസ്ഥപ്പെടുത്തുന്നതാണെന്നും സഹായിക്കാൻ കഴിയില്ലെങ്കിൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം കാട്ടണമെന്നും കോടതി വിമർശിച്ചു. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ വായ്പ എഴുതിത്തള്ളുന്നത് ധനമന്ത്രാലയത്തിന്റെ അധികാരപരിധിക്ക് പുറത്താണെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സത്യവാങ്മൂലം പരാമർശിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ വിമർശനം. ബാങ്കുകളുടെ വാണിജ്യപരവും പ്രവൃത്തിപരവുമായ തീരുമാനങ്ങളിൽ ഇടപെടില്ല എന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി മൃത്യുഞ്ജയ ത്രിപാഠി ഇന്നലെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. എന്നാൽ ഉദ്യോഗസ്ഥ വാചകമടി മാത്രമാണ് സത്യവാങ്മൂലത്തിലുണ്ടായത് എന്ന് ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ വിമർശിച്ചു. കേന്ദ്ര സർക്കാരിന് അധികാരമില്ലാത്തതല്ല, മറിച്ച് അത് ഉപയോഗിക്കാൻ തയ്യാറാണോ എന്നാണ് ചോദ്യം. അധികാരമില്ലെന്ന് പറഞ്ഞ് അതിനെ പിന്നാളിയാക്കാനുള്ള ശ്രമിക്കുന്നത്. അധികാരമില്ലെന്ന് പറയുന്നതിന് പകരം വായ്പ എഴുതിത്തള്ളാൻ കഴിയില്ല എന്നാണ് നിലപാടെങ്കിൽ അത് തുറന്നു പറയാൻ ധൈര്യം കാട്ടണം. ആരെയാണ് ഇങ്ങനെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നത്? കോടതി ചോദിച്ചു. വെള്ളപ്പൊക്ക കെടുതി നേരിട്ട ഗുജറാത്തിനും അസമിനും കേന്ദ്രം അധിക ധനസഹായം അനുവദിച്ചെന്ന പത്രവാർത്ത കോടതി ചൂണ്ടിക്കാട്ടി. ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ഒരു സംസ്ഥാനങ്ങൾക്കായി 707.97 കോടി രൂപയാണ് നൽകിയത്. അഗ്നിരക്ഷാ സേനയുടെ ആയുധീകരണത്തിനും ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ഹരിയാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങൾക്കായി 903.67 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി കേരളം കാരുണ്യമല്ല തേടുന്നതെന്നും പറഞ്ഞു. വയനാട്ടിൽ ദുരന്തബാധിതർക്ക് വായ്പ നൽകിയിട്ടുള്ള പൊതുമേഖലാ ബാങ്കുകളുടെ പട്ടിക നൽകാനും കോടതി ആവശ്യപ്പെട്ടു. വായ്പകൾ പൂർണ്ണമായോ ഭാഗികമായോ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ബാങ്കുകൾക്ക് നിലപാട് അറിയിക്കാം. അവരെയും കേസിൽ കക്ഷി ചേർക്കും. വായ്പകൾ തിരിച്ചുപിടിക്കാനുള്ള ബാങ്കുകളുടെ നടപടികൾക്ക് സ്റ്റേ അനുവദിക്കണമെന്നും കോടതി വ്യക്തമാക്കി. മറ്റു ബാങ്കുകളുടെ പട്ടിക നൽകുന്ന മുറയ്ക്ക് അവിടെയുള്ള ജപ്തി നടപടികളും സ്റ്റേ ചെയ്യുമെന്നും കോടതി പറഞ്ഞു. കേസ് 2 ആഴ്ച വീണ്ടും കഴിഞ്ഞ് പരിഗണിക്കൂ. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ വായ്പ എഴുതിത്തള്ളുന്നത് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ അധികാരപരിധിക്ക് പുറത്താണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി മൃത്യുഞ്ജയ ത്രിപാഠിയാണ് സത്യവാങ്മൂലം നൽകിയത്. ബാങ്കുകളുടെ വാണിജ്യപരവും പ്രവൃത്തിപരവുമായ തീരുമാനങ്ങൾ ഇടപെടില്ലെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. പ്രകൃതി ദുരന്തം നാശം വിധിച്ച സ്ഥലങ്ങളിലെല്ലാം വായ്പ എടുത്തവർക്ക് ആശ്വാസം നൽകാനുള്ള നടപടികൾ എടുക്കുന്നതിനും മേഖലയിലുള്ള ബാങ്കുകൾക്ക് RBI വിവിധ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ വായ്പ എഴുതിത്തള്ളാനുള്ള വ്യവസ്ഥയില്ല. പ്രകൃതി ദുരന്ത മേഖലയിലെ ദുരിതാശ്വാസ നടപടികൾ സംബന്ധിച്ച് RBIയുടെ 2018 ഒക്ടോബർ 17 മാർഗനിർദ്ദേശങ്ങൾ സമഗ്രമാണ്. മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ വീഴ്ചയുണ്ടെങ്കിൽ ധനമന്ത്രാലയം നടപടിയെടുക്കും. എന്നാൽ പൊതുമേഖലാ ബാങ്കുകളുടെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മേൽനോട്ടവും നയപരമായ പിന്തുണയും മാത്രമാണ് ധനമന്ത്രാലയത്തിനുള്ളത്. സത്യവാങ്മൂലത്തിൽ പറയുന്നു.